ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുമായിട്ട് കറൻ്റ്ലി നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു അകൽച്ച ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി അവരുടെ ഭാഗത്തു നിന്നും അവർ പ്രത്യേകിച്ച് ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കാത്തതിന്റെ റീസൺ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം എന്താണ് അവർ ഈ സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് കൂടെ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ആ സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Three of Wands, Knight of Pentacles, Temperance, Seven of Pentacles, Knight of Cups, Fool energy, Page of Cups, Five of Wands, King of Pentacles, Empress, Emperor, Chariot, High Priestess, Devil energy, Page of Wands, Four of Cups, Three of Pentacles, Two of Pentacles, ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയിലേക്കാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയിലും സ്നേഹം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ രണ്ട് വ്യക്തികളുടെ ആ ഒരു എനർജിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ഡെവിൽ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു തേർഡ് പാർട്ടി എനർജിയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ബന്ധം ആയിരിക്കാനുള്ള സാധ്യതകളാണ് നിങ്ങളുടെ ഇതിൽ കൂടുതലായിട്ട് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കണക്ട് ആയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ചിലവരെ സംബന്ധിച്ച് വ്യക്തി സാന്നിധ്യങ്ങൾ തന്നെ ആയിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഇവിടെ നമുക്ക് വ്യക്തി സാന്നിധ്യങ്ങൾ ആവാനുള്ള സാധ്യതയും കുറച്ചധികം കൂടുതലായിട്ട് തന്നെയാണ് കണക്ട് ആയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം നിങ്ങളുടെ ബന്ധത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പിന്റെ റീഡിംഗ് ആണ് ഇന്നത്തെ സ്പ്രെഡിൽ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്കായിരിക്കാം കൂടുതലായിട്ട് കണക്ട് ആകുന്നതും. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്താതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കാനുള്ള റീസൺ അതെന്താണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോഴും അവരുടെ ലൈഫിൽ കുറച്ചധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയുള്ളത് കൊണ്ട് പക്ഷെ ഇവർക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവര് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവര് ഏറ്റവും കൂടുതലായിട്ട് ഓർക്കുന്നത് നിങ്ങളെയാണ്. അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന എനർജി തന്നെ അങ്ങനെയാണ്. അവർക്ക് ഒരുപാട് സ്നേഹം കൊടുക്കുന്ന വ്യക്തി ആയിരിക്കാം ഒരുപക്ഷെ തേർഡ് പാർട്ടി. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അർഹമായ രീതിയിലുള്ള സ്നേഹവും കാര്യങ്ങളൊന്നും ലഭിക്കുന്നുണ്ടാവില്ല. ലഭിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും നിങ്ങളുടെ പേഴ്സന്റെ മനസ്സ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആയിട്ടുണ്ട്. കാരണം അവര് ഇപ്പൊ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് അവരുടെ ജീവിതം അതായത് അവരിപ്പോ currently മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ ലൈഫിൽ നിന്നും ഒരുപാട് കാര്യങ്ങള്
ഇവിടെ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഹാപ്പിനെസ് അവിടെ ലഭിക്കുന്നില്ല എന്നൊരു തോന്നല്, ഒരു നിരാശ നിങ്ങളുടെ വ്യക്തിയിലൂടെ കാണുന്നുണ്ട്. ആ ഒരു നിരാശ കാര്യങ്ങളൊക്കെ അവരിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് കൂടുതലായിട്ടുള്ള ഓർമ്മകൾ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ അവിടെ നിരാശ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ അവസ്ഥയിൽ നിൽക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇവിടെ ജസ്റ്റിസ് എനർജി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നീതി നൽകണം എന്നൊരു ആഗ്രഹം കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇവരൊരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്, ഒരു നിലപാടില്ലായ്മ, അല്ലെങ്കിൽ ഇവർക്ക് അതും വേണം ഇതും വേണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലുള്ളവരാണ്. പൂർണ്ണമായിട്ടും തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളെ വേണം എന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി അല്ല നമുക്കിവിടെ കണക്ട് ആയിരിക്കുന്നത്. ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തായാലും നിങ്ങളെ വേണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെയും ഒരു വേണോ വേണ്ടയോ, അങ്ങനെ ഒരു എന്താ പറയാ, ഒരു രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്ന ഒരു പേഴ്സൺ, അങ്ങനെ ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി എനർജി എന്നുള്ളത് മാത്രമല്ല, നിങ്ങളിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് അത് കൂടാതെയും ഒരുപാട് സിറ്റുവേഷൻസ് തടസ്സമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ഒരുപാട് വഴക്കുകള് പ്രശ്നങ്ങളൊക്കെ, അതായത് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ സ്റ്റേജിലേക്കൊക്കെ പോകുന്നതിന് മുന്നോടിയായിട്ട്, ഇപ്പൊ തേർഡ് പാർട്ടിയുടെ പേരിലാണെന്നുണ്ടെങ്കിലും ഇനി അല്ലാന്നുണ്ടെങ്കിലും ഇപ്പൊ ഒരു സംശയമോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വലിയ രീതിക്ക് വഴക്കുകള് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വാക്കുകൾ കൊണ്ടുള്ള വഴക്കുകൾ അല്ലാതെ ശാരീരികപരമായിട്ടല്ല, അപ്പൊ അങ്ങനെ ഒരു വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ വ്യക്തിയിൽ ഇമോഷണലി അവർ നിങ്ങളിലേക്ക് വരുന്ന കാര്യത്തിൽ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇവരുടെ ഇമോഷൻസ് ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് വല്ലാത്തൊരു ഭയം, ഒരുപക്ഷെ നിങ്ങൾ ഇനി വീണ്ടും അവരിലേക്ക് കണക്ട് ആവാൻ ചെല്ലുമ്പോൾ ഇതേക്കുറിച്ചൊക്കെ നിങ്ങൾ അവരോട് കൂടുതലായിട്ട് ചോദിക്കുമോ? അപ്പൊ അങ്ങനെ ഒരു ചോദിക്കുമ്പോൾ അവർക്കൊരു ക്ലാരിറ്റി ഇവിടെ പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല. കാരണം നമുക്കിവിടെ വന്നിരിക്കുന്നത് തന്നെ ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്. അവരിൽ തന്നെ ഒരു സ്ട്രോങ് നിലപാട് നിലവിൽ എന്തായാലും നമുക്കിവിടെ കാണിക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടും നിങ്ങൾ ഇനിയിപ്പോ അവരോട് ചോദിക്കാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിറ്റി തരാനായിട്ട് അവരുടെ കയ്യിൽ ഒരു ആൻസർ ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും തേർഡ് പാർട്ടിയുടെ കാര്യം, ഇവർക്കും അറിയായിരിക്കും നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യവും. അപ്പൊ നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കുകയോ അല്ലെങ്കിൽ ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ അവർക്കൊരു കമ്മിറ്റ്മെന്റ്, അവരിൽ നിന്നൊരു കമ്മിറ്റ്മെന്റ് വേണം എന്നുള്ളത് നിങ്ങൾ പറയുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇവർക്ക് സ്ട്രോങ് ആയിട്ട് ആ ഒരു കമ്മിറ്റ്മെന്റ് നൽകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ആ ഒരു നിലപാടില്ലായ്മ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വിട്ട് കളയാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സുകൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ അവരുടെ കുറ്റബോധം തന്നെയാണ് അതിന്റെ കാരണം. അവരിൽ വന്നിരിക്കുന്ന കുറ്റബോധം കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക്, ചിലവരെ സംബന്ധിച്ചിടത്തോളം ചില റീഡിങ്ങുകൾ നമ്മൾ കാണാറുണ്ട്, എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാറുള്ള ഒരു കാര്യമാണ് കുറ്റബോധം വന്നിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. എന്നാൽ നിലവിൽ ഈ ഒരു സ്പ്രെഡിൽ കാണിക്കുന്നത് ഇവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന കാര്യത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടു പോരാത്ത വ്യക്തി ആയതുകൊണ്ട് തന്നെ അതിന്റെ കുറ്റബോധമാണ് ഇവർ നിങ്ങളിലേക്ക് കണക്ട് ആവാതെ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ നിരന്തരമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഒരു ഭ്രാന്തമായ രീതിയിൽ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അതായത് നിങ്ങളിലേക്ക് ഒരു അഡിക്ഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ നമുക്ക് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ജസ്റ്റിസും ജഡ്ജ്മെന്റും നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളോട് നീതിപൂർവമല്ല പ്രവർത്തിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതിയും നീതിപൂർവമല്ല, ന്യായം നിങ്ങളുടെ ഭാഗത്താണ് എന്നുള്ളതൊക്കെ ഇവർക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം. അപ്പൊ അതറിയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു നീതി നൽകണം, അല്ലെങ്കിൽ നീതിപൂർവം നിങ്ങളുടെ ബന്ധത്തിൽ പ്രവർത്തിക്കണം, ചിന്തിക്കണം, നിങ്ങൾക്ക് അർഹതപ്പെട്ട രീതിയിൽ തന്നെ നിങ്ങളെ ചേർത്ത് നിർത്തണം, നിങ്ങളുടെ ബന്ധത്തെയും നല്ല രീതിക്ക് ബാലൻസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഇവര് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവര് അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കൊതിക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ പൂർണ്ണമായിട്ടും വിട്ടുപോരുന്ന കാര്യത്തില് ബാക്കിലേക്ക് ഇവരിങ്ങനെ വലിച്ചു നിർത്തുന്ന ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും വരാത്ത രീതിയിൽ ഇങ്ങനെ ബാക്കിലേക്ക് വലിക്കുന്നുണ്ട്. ഒരു അഡിക്ഷൻ, നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു അഡിക്ഷനിൽ നിൽക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ആയിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഇവര്
നിങ്ങളുടെ ബന്ധത്തില് ഇപ്പോഴും എന്തെങ്കിലും ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കാത്തത് എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കാതെയോ അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനത്തെ ഒരു സ്പ്രെഡ് അല്ല നമുക്ക് കണക്ട് ആയിരിക്കുന്നത്. ഇവർ ഏത് സാഹചര്യത്തിലും നിരന്തരമായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന വ്യക്തികളാണ്. അതേക്കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ ഓർക്കാത്തതുകൊണ്ട് പൂർണ്ണമായിട്ട് മറന്നു കളഞ്ഞത് കൊണ്ടോ അല്ല, ഇവരിൽ ഒരു സ്ട്രോങ് നിലപാടില്ലായ്മയും അതുപോലെ തന്നെ ഇവരുടെ കുറ്റബോധം നമ്മൾ സാധാരണ നോക്കുന്നതിനേക്കാൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാനായിട്ട് അവരുടെ കയ്യിൽ ഇല്ല, അല്ലെങ്കിൽ ആ ക്ലാരിറ്റി തരാനുള്ള ഒരു യോഗ്യമായ ഒരു അവസ്ഥയിലല്ല അവർ നിൽക്കുന്നത് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നത് കൊണ്ടിട്ടുമാണ്. അവർ സ്വാർത്ഥ മനോഭാവം തന്നെയാണത് അങ്ങനെ ചോദിക്കുവാണെങ്കിൽ. കാരണം അതും വേണം ഇതും വേണം എന്ന് പറയുമ്പോൾ അതൊരു നല്ല രീതിയല്ല. ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കാം അത്. അത് നമ്മളൊരു ക്ലാരിറ്റിയിൽ നമുക്ക് സ്പ്രെഡിലൂടെ കിട്ടിയെന്ന് മാത്രം. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവര് സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിരന്തരം നിങ്ങളെ അവരോട് ചേർത്ത് നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ വേണമെന്ന് ചിന്തിക്കുന്നവരാണ്, നീതിയോടുകൂടി നിങ്ങളോട് പ്രവർത്തിക്കണം എന്ന് ചിന്തിക്കുന്നവരുമാണ്. അപ്പൊ ഒരു പെട്ട് നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ പെട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ അബദ്ധവശാൽ അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് പോരാൻ സാധിക്കുന്നില്ല എന്നൊരു എനർജിയാണ് പെട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ. ഇവിടെ അങ്ങനെ പൂർണ്ണമായിട്ട് പെട്ട് നിൽക്കുക എന്ന് പറയാൻ പറ്റില്ല. അവരുടെ ഒരു മനസ്സ് അവിടെ ഉണ്ട്. കാരണം അവരും കൂടെ എഫേർട്ട് എടുക്കുവാണെങ്കിൽ പൂർണ്ണമായിട്ടും വിട്ടു പോരാനൊക്കെ സാധിക്കും. പക്ഷെ അവർ അതിന് എഫേർട്ട് എടുത്തിട്ടില്ല. നിലവിൽ എന്തായാലും അങ്ങനത്തെ ഒരു എഫേർട്സിലോ കാര്യങ്ങളോ എടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യം അല്ല ഇവിടെ കാണിക്കുന്നത്. എന്നാൽ അവർ മനസ്സുകൊണ്ട് എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ടേക്കൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങളിലേക്കുള്ളൊരു യാത്ര, അതായത് നിങ്ങളെ കണക്ട് ചെയ്യണം എന്ന് നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട്, വീണ്ടും നിങ്ങളിലേക്ക് വരണമെന്ന്. ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയാത്ത രീതിയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവർ എന്തായാലും ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഇവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇവർ ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലർ ബ്ലോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, എന്നാൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ നടക്കുന്നില്ല. കാരണം ഒരു അകൽച്ച ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ലെസ് കോണ്ടാക്ട് എന്നുള്ള രീതിയല്ല, നിങ്ങളുമായിട്ട് കറന്റ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് കണക്ട് ആയിരിക്കുന്നത്. അപ്പോൾ ലെസ് കോണ്ടാക്ട് ഉള്ളവർക്കേക്കാൾ കൂടുതലായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്നവർക്കായിരിക്കും കൂടുതലായിട്ട് റെസനേറ്റ് ആവുക. അപ്പൊ അങ്ങനത്തെ സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഇവർ വീണ്ടും നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി ഒന്ന് സംസാരിക്കണം, ഫോണിലൂടെ നിങ്ങളൊന്ന് വിളിക്കണം, നിങ്ങളിലേക്ക് ഒന്ന് തിരിച്ചെത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലാതെ ഇപ്പൊ എല്ലാവരുടെ ബന്ധത്തിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാത്രം ആവണമെന്നില്ല, അതായത് ഒരു സാഹചര്യം മാത്രം ആവണമെന്നില്ല, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. കാരണം ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്നതിൽ ഒരു സാഹചര്യം മാത്രമല്ല, ഇപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷൻസ്, ഒരു ഈഗോ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുക, സെൽഫിഷ്നെസ് എനർജി, അതൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതും ഒരു തേർഡ് പാർട്ടി എനർജി തന്നെയാണ്. അതെല്ലാം വിടാനായിട്ട് ഈ ഒരു വ്യക്തി തയ്യാറാണ്. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കൊരു പ്രാധാന്യം നൽകാനും അതെല്ലാം സെക്കൻഡറി ആയിട്ട് മാറ്റി വെക്കാനും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ബാലൻസ് വേണം എന്നുള്ള രീതിക്കും ചിന്തിക്കുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതിലൊരു വളർച്ച എന്ന് പറയുമ്പോൾ ഈ ഒരു ചെടി നല്ല രീതിക്ക് പുഷ്പിച്ച് മുന്നോട്ടേക്ക് വളർന്നു വരുന്നതിൽ എങ്ങനെ ഇരിക്കും, അതിനു വേണ്ടി നമുക്ക് വെള്ളം കൊടുക്കണം, അതിന് വളമിടണം, എല്ലാം ചെയ്യണം, എന്നാൽ മാത്രമാണ് ഒരു ചെടി നല്ല രീതിക്ക് വലുതായിട്ട് വരികയുള്ളൂ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഈ ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുരടിച്ചു പോയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ വീണ്ടും ആ ഒരു ചെടിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തെ മുന്നോട്ടേക്ക് വളർത്തണം എന്നുണ്ടെങ്കിൽ അവർ തന്നെ കുറച്ച് എഫേർട്ട് എടുക്കണം. കാരണം ഒരു വശത്ത് നിന്ന് മാത്രം എഫേർട്ട് എടുത്തിട്ട് കാര്യമില്ല. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് വെള്ളം ഒഴിക്കുന്നു, വളം കൊടുക്കുന്നു, അപ്പുറത്തെ സൈഡിൽ നിന്ന് അവർ നേരെ തിരിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അവരുടെ ടേൺ വരുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല, അതവിടെ കരിഞ്ഞുണങ്ങി പോകും. അപ്പൊ അതുപോലെയാണ് ഇവരുടെ ചിന്തകള്. അപ്പൊ അതുകൊണ്ടാണ് ഇവർ പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി വേണ്ടെന്ന് വെക്കാൻ തയ്യാറെടുക്കുന്നത്. ഇതിനൊന്ന് ബാലൻസ് ചെയ്യണമെന്ന് നല്ല രീതിയിൽ തന്നെ ആഗ്രഹമുണ്ട്. മാത്രമല്ല നിങ്ങളെ ഒന്ന് നേരിട്ട് കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ വീണ്ടും ഒന്ന് പ്രപ്പോസ് ചെയ്യാനും നിങ്ങളുടെ ബന്ധത്തിൽ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. എല്ലാ രീതിയിലും ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ ചാപ്റ്റർ കൊണ്ടുവരിക, അതിന് വേണ്ടിയിട്ട് ഇവർ എത്ര എഫേർട്ട് എടുക്കാനാണെങ്കിലും എന്തൊക്കെ അതിന് വേണ്ടിയിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒക്കെ തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്തൊക്കെ തയ്യാറെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ അവർ പൂർണ്ണമായിട്ടും വിട്ടിട്ട് എന്നുള്ള ഒരു രീതിയല്ല നമുക്ക് കണക്ട് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ചിലപ്പോൾ ഇവര് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് നിലപാടിൽ നിൽക്കുന്നവരും ആയിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ആ ഒരു ജെന്യുവിനിറ്റിയോട് കൂടി തന്നെ വരുവാണെങ്കിൽ മതി എന്നൊരു നിലപാടിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളും നിൽക്കുന്നത്. അപ്പൊ ഇവർക്ക് നിങ്ങളെ ഒരിക്കലും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയാൻ തയ്യാറല്ല.
ഇവിടെ നിങ്ങളെ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം കൊണ്ടിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതും നിങ്ങളുടെ ഇഷ്ടമില്ലാതെ മാനിഫെസ്റ്റ് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. ഇഷ്ടമില്ലാതെ എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് താല്പര്യമില്ലായ്മയല്ല, ഇവരുടെ നിലപാടിനോട് അല്ലെങ്കിൽ ഈ രണ്ട് രീതിയിലും രണ്ടും വേണം എന്നുള്ള ആ ഒരു നിലപാടിനോട് നിങ്ങൾക്ക് താല്പര്യക്കുറവുണ്ടായിരിക്കാം. അതുകൊണ്ടും ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഇങ്ങനെ ഒരു അകൽച്ച കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എംപ്രസ് എനർജി ആണെങ്കിലും എംപറർ എനർജി ആണെന്നുണ്ടെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് എനർജി എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ എനർജി കണക്ട് ആകുന്നതും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷേ നിങ്ങൾക്കൊരു നീതി അവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നീതിപൂർവമാണെങ്കിലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവുള്ളൂ. ഇവർക്കാണെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ നല്ലൊരു ഘടനയോടുകൂടി തന്നെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഇവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മാത്രമായിട്ടുണ്ടായിരുന്ന നല്ല നല്ല മൊമെന്റ്സ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ വരുന്നതിന് മുമ്പേ നിങ്ങളുടെ ആ ഒരു ജീവിതം എത്ര മനോഹരമായിട്ടാണോ പോയിക്കൊണ്ടിരുന്നത് അതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട്. വീണ്ടും അതേ ഘടനയൊക്കെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് വരാൻ ആഗ്രഹിക്കാത്തവരാണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞു. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ സാഹചര്യങ്ങൾ കൊണ്ടിട്ട് അവർക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ആയിരിക്കും. അതായത് ജെന്യുവിൻ ആയിട്ടുള്ള എന്തെങ്കിലും റീസൺസ് ആയിരിക്കാം ചിലപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളും കണക്ട് ചെയ്യണം. കാരണം അവര് പൂർണ്ണമായിട്ടും നിങ്ങളെ ചതിച്ചു എന്നുള്ള രീതിക്ക് മാത്രം എടുക്കരുത്. കാരണം സാഹചര്യങ്ങൾ കൊണ്ടെന്ന് പറയുമ്പോഴേക്കും അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അവരോട് കൂടി അടുത്ത് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം തേർഡ് പാർട്ടി. അപ്പൊ അതിനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയാന്ന് പറയുമ്പോൾ അവർക്കത് ചിലപ്പോൾ സാധിക്കില്ല, പെട്ടെന്ന് സാധിക്കുന്ന ഒരു എനർജി ആവില്ല. അപ്പൊ അങ്ങനെയും നിങ്ങളതൊന്ന് കണക്ട് ചെയ്ത് നോക്കണം. പക്ഷെ എങ്കിലും അവരുടെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ടാണ് അവരിപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ അവരുടെ ഉള്ളൊരു കുറ്റബോധം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ ഒരു കുറ്റബോധം തന്നെയാണ് ആക്ച്വലി ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കണക്ട് ആവാതെ മാറി നിൽക്കുന്നത്. അവരിൽ വന്നിരിക്കുന്ന കുറ്റബോധം നിങ്ങൾക്കൊരു ക്ലാരിറ്റി നൽകാനോ അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ടൊരു മറുപടി തരാനോ അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ പോലും അവർക്ക് ചില സമയത്ത് അവരോട് തന്നെ ഒരു പുച്ഛം തോന്നുന്നുണ്ട്, അവരെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. പക്ഷെ ഇവർക്ക് പൂർണ്ണമായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനെ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സാഹചര്യത്തിനെ വിട്ടു പോരാനായിട്ട് ഇപ്പോഴും കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അവരവിടെ മാക്സിമം ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു എഫേർട്ട് ഒക്കെ എടുക്കുന്നുണ്ട്, കുറച്ച് റിസ്ക് കാര്യങ്ങളൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണ മനസ്സല്ല. ഇവിടെ നമുക്ക് ടു ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ അതൊരു പൂർണ്ണ മനസ്സല്ല. പക്ഷെ എങ്കിലും നിങ്ങളെ വിട്ടു പോകരുത് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും അവരെ ഉപേക്ഷിച്ച് മറന്നു മാറി പോകരുത് എന്ന് ഇവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സന്റെ എനർജിയിൽ വന്നിരിക്കുന്ന ഒരു ചിന്തകൾ എന്ന് പറയുന്നത്, ഇവരിപ്പോ ഇവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ടും ഇവിടെ ജസ്റ്റിസ് എനർജി വന്നിരിക്കുന്നത് കൊണ്ടിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ചില തീരുമാനങ്ങൾ ഉണ്ടാകും. അനുകൂലം എന്ന് പറയുമ്പോൾ ഇപ്പൊ സാഹചര്യം കൊണ്ടിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, തേർഡ് പാർട്ടി എനർജി ആണ് അവരുടെ ലൈഫിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവര് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ വളരെ ക്ലാരിറ്റിയോട് കൂടി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പൊ അങ്ങനെ ഒരു സൊല്യൂഷൻ അവർക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നീതിപൂർവ്വം നിങ്ങളോട് പെരുമാറാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാനും കഴിയും. അപ്പൊ ഒരു യാത്ര ഇവർ എല്ലാ രീതിയിലും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചെത്താനായിട്ട്. കാരണം കൂടുതലായിട്ടുള്ള ഒരു ഹാപ്പിനെസ് അവർക്ക് അനുഭവിക്കാൻ സാധിച്ചിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ആ ഒരു പഴയകാല ഓർമ്മകളിലേക്കൊക്കെ ഈ ഒരു സമയത്ത് പോയിരിക്കുന്നതും മാത്രമല്ല നിങ്ങളുടെ ബന്ധത്തിലേക്ക് ആ ഒരു സ്വന്തം intuition അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നിരിക്കുന്നതും. പ്രധാനമായിട്ട് ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ രണ്ട് എനർജി ആണെങ്കിലും പ്രപ്പോസൽ ആണ്. നിങ്ങളെ വീണ്ടും തിരിച്ച് പ്രപ്പോസ് ചെയ്യുക. വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ വ്യക്തി. അങ്ങനത്തെ ഒരു എനർജി കൂടെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവരൊരു ഇമോഷൻസ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ഒന്നുമല്ല. അത്യാവശ്യം നല്ല രീതിക്ക് റൊമാൻസ് കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് കൂടുതലായിട്ട് ഇവരിലേക്ക് അടുക്കാനുള്ള കാരണവും ഇവരുടെ ആ ഒരു വാക്ചാതുര്യമൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ ആ ഒരു എന്താ പറയാ എല്ലാവരോടും നന്നായിട്ട് സംസാരിച്ച് എല്ലാവരെയും കയ്യിലെടുക്കാനുള്ള കഴിവ് എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്കിപ്പോ ഒരു വേദന തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതും കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഈ ഒരു പേഴ്സന്റെ എനർജിയിൽ പൂർണ്ണമായിട്ടും ഒരിക്കലും നിങ്ങൾ വിട്ടു പോയിട്ടില്ല.
ആത്മാർത്ഥമായിട്ട് തന്നെ ഇപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ആക്ച്വലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി ഒരു കമ്മിറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകണം എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. അവര് തന്നെ ഈ ഒരു സമയം യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയോട് വളരെയധികം കണക്റ്റഡ് ആണ്. പക്ഷെ അങ്ങനെ ഒരു കണക്ഷൻ കാര്യങ്ങളൊക്കെ അവരിൽ വരുന്നുണ്ടെങ്കിലും ഒരു നിലപാടില്ലായ്മ തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ ഇങ്ങനെ ഒരു അകൽച്ച ഇപ്പോഴും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള റീസൺ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ നന്നായിട്ട് ഓരോ ക്ലാരിറ്റി അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ഒരു ബന്ധത്തിന്റെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഒരു സ്ട്രോങ് നിലപാട് എടുത്തിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജിയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ മതി എന്ന ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിലപാടിൽ നിൽക്കുന്നവരാണെങ്കിൽ അതാണ് നിങ്ങളുടെ പേഴ്സണെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം ഇവർ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അതിൽ വീണു പോകുന്ന ഒരു രീതി നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യ സമയത്ത് നിങ്ങൾ അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രധാനമായിട്ടും നിങ്ങൾ അനുഭവിച്ച വേദന, ഇപ്പൊ സാഹചര്യം കൊണ്ടുള്ള എന്ത് ബന്ധമാണ് തേർഡ് സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാലും ഒരു സമയത്ത് ഇവര് നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് തന്നെയാണല്ലോ തേർഡ് സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ മാറ്റി നിർത്തിയ ആ ഒരു സാഹചര്യത്തില് അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ച നിങ്ങൾക്കൊരു അവഗണന കാര്യങ്ങളൊക്കെ ബന്ധത്തിൽ എന്തായാലും ഏൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വേദന തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഇത്രത്തോളം സ്ട്രോങ് ആയിട്ട് മാറിയിരിക്കുന്നതും. അപ്പൊ ഇവരുടേതായ ഒരു സെൽഫിഷ്നെസ് എനർജി ആ ഒരു കാര്യത്തിൽ ഇവർ കാണിച്ചു എന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവർ മാറ്റാൻ തയ്യാറാകുന്നുണ്ട്. ഈ ഒരു കാര്യത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്ക് ആയി നിൽക്കുന്നത്. പക്ഷെ എങ്കിലും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ നല്ലൊരു സൊല്യൂഷൻ കാര്യങ്ങളൊക്കെ നേടി നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാനുള്ള എനർജിയിലേക്ക് ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ആണ്. നിങ്ങളിപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്നവരായതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും നിങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് കാണാനായിട്ടായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഫോണിലൂടെ തന്നെ ആയിരിക്കാം. ഇവരെന്തായാലും നിങ്ങളെ കണക്ട് ചെയ്യും. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണോ, കാരണം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന വേദന അത് നിങ്ങൾക്ക് മാത്രമാണ് അറിയുന്നത് എത്രത്തോളം ആണെന്നുള്ളത്. ഓരോ പേഴ്സണും ഡിഫറെന്റ് ആയിട്ടുള്ള പെയിൻ ആയിരിക്കും ഒരു അകൽച്ചയിൽ സംഭവിച്ചിരിക്കുന്നത്. ചിലവർക്ക് ചീറ്റിംഗ് ആയിരിക്കും, ചിലവർക്ക് അവഗണന എന്ന് പറയുമ്പോഴേക്കും ഇട്ടിട്ട് പോവുക എന്നുള്ളതല്ല, കൂടുതലായിട്ട് നിങ്ങൾക്കൊരു സമയം കാര്യങ്ങളൊക്കെ തരാതെ അവഗണിക്കുക, പല പല സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാത്തിന്റെയും പെയിൻ ഡിഫറെന്റ് ആണ്. എല്ലാത്തിനും വേദനകൾ ഉണ്ടെങ്കിൽ പോലും പല പല രീതിയിലാണ് വേദനകൾ വരുന്നത്. അപ്പൊ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന വേദന നിങ്ങൾക്കാണ് അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ആ ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് നടത്തുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് അത് ഇവരെ അറിയിക്കുക. കാരണം ഇവരൊരിക്കലും നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയാൻ ആഗ്രഹിക്കുന്നവരല്ല. നിങ്ങളും അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്തായാലും വേണം, അല്ലെങ്കിൽ ഇവരില്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ള രീതിക്ക് പോകുന്നവരാണെങ്കിൽ നല്ല രീതിക്ക് ഒരു ഹെൽത്തി കോൺവെർസേഷൻ ഇവർ നിങ്ങളിലേക്ക് കണക്ട് ആവുമ്പോൾ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പൂർണ്ണമായിട്ട് ഇവർക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ ഇവിടെ ജസ്റ്റിസ് എനർജി വന്നിരിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഹൈ പ്രീസിയസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് മേജർ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു യൂണിവേഴ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തികളാണ് നിങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും നീതി ലഭിക്കും എന്നുള്ളൊരു എനർജി കൂടെ ഇവിടെ കണക്ട് ആകുന്നത് കൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഓർത്ത് വെക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് എത്ര പേർക്ക് ആയിരിക്കും റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്തെടുക്കാവുന്നതുമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ റീകൺസിലേഷൻ ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അത് നീതിയോട് കൂടി ആ ഒരു എന്താ പറയാ റീയൂണിയൻ ഒക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോ ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്തിട്ട് പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങളെ ഓർത്ത് വളരെയധികം സഫർ ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ്, അല്ലെങ്കിൽ വളരെയധികം ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ പോകുന്ന പേഴ്സൺ തന്നെയാണിത്. പൂർണ്ണമായിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ അവർ നിങ്ങളിലേക്ക് ഇതുവരെയും ഒരു ആക്ഷൻ എടുക്കാത്തതിന്റെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അകൽച്ച ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അവരിൽ വന്നിരിക്കുന്ന കുറ്റബോധം. അത് ഏത് രീതിയിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മാനസികപരമായിട്ട് നിങ്ങൾക്കൊരു ഉത്തരം നൽകാനില്ല,
നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. ആ ഒരു കുറ്റബോധമാണ് അവരെ ഇങ്ങനെ stuck ആക്കി നിർത്തിയിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഈ ഒരു വ്യക്തി എത്രയൊക്കെ risk എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും, കാരണം അവരുടെ emotions, നിങ്ങളിലേക്കുള്ള ആ ഒരു addiction അവർക്ക് control ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ connect ചെയ്ത് തീർച്ചയായിട്ടും അവർ എത്തുക തന്നെ ചെയ്യും. okay, അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു reading ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.